ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെ ഡി വൈബ്സ് ഒഫീഷ്യൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായി ചിന്തിക്കുന്ന ലൈഫിൽ ഒരു മാറ്റം വേണോ. എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് എന്താ പറയുക, നമ്മളെ റൂട്ടിലേക്ക് വരുന്നില്ല, നമ്മളെ റൂട്ടിലേക്ക് ആകുന്നില്ല. അപ്പോൾ എന്നിട്ടും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രൈ ആണല്ലോ നമ്മളെ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കാം. സോ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം. ബട്ട് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് തീരുമാനങ്ങൾ ഇന്നലെ രാത്രി എടുത്തിരുന്നു. അതിനുള്ള റീസണും കാരണങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ഈ ഓരോ സ്റ്റോറിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ പറയാം, ഇന്നലെ നമ്മളെ ഡാഡുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നമായി. അപ്പോൾ അങ്ങനെ പിന്നെ പ്രശ്നമായപ്പോൾ ഓര് പറയാ, ഈ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഒരു ബാഡായിട്ടുള്ളൊരു സംഭവം നടത്തി. ഇവിടെ കുറച്ച് ഡ്രാമാറ്റിക്കൽ സീൻസ് ഉണ്ടായി. സോ ആ സീനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനക്കൊന്നും പറയാനൊന്നുമില്ല, അതെല്ലാം ഓവർ ഷോ ഓഫാണ്. അപ്പോൾ അത് ആ രീതിക്ക് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഞാൻ എന്താക്കാം, ഇപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പാക്കൊക്കെ ചെയ്തിട്ട് നൈസായിട്ട് എന്താക്കും, ഞാൻ എൻ്റെ അടുത്ത പ്ലാൻ നോക്കും. നിങ്ങൾ കണ്ടോ, ഈ യൂട്യൂബ് ചാനലിൽ ഇനി ഓരോ അപ്ഡേറ്റും ഞാൻ ഇതിൻ്റെ ഇടും. അപ്പോൾ ഇത് ആണ് ഇനി നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ ഇടും. അപ്പോൾ നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന എല്ലാവരും പ്ലീസ് ഫോളോ. ആൻഡ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പറയാം. നിങ്ങൾക്ക് റൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സോ ആരെന്നെ സപ്പോർട്ട് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ലാതെ, ഇപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് രാഷ്ട്രീയവും ഏത് മതവും ഏത് ജാതിയും ഞാൻ സ്വീകരിക്കും. സോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ കണ്ടിന്യൂഷൻ വരും. അപ്പോൾ ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക്, സോ ഗായ്സ്, ഞാനിപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ നിന്ന്. സോ അത് വന്നിട്ട് അത് കളക്ട് ചെയ്യാം. അതിനുശേഷം പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഇത് ഓർഡർ ചെയ്തത്. സോ ഞാൻ ഓർഡർ ചെയ്ത ഒരു ഇളനീരിൻ്റെ ഒരു 2 വെറൈറ്റീസ് ഓഫ് കോക്കനട്ട്. സോ അതിൻ്റെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അത് ഞാൻ കുടിക്കുന്ന കാണിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഡേ തൊട്ടിട്ട് എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. സോ എല്ലാം പടച്ചോൻ്റെ കയ്യിലാണ്. പക്ഷെ ജീവിച്ച് കാണിച്ച് ഇവിടുന്ന് പോകും. സോ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്ത്, എൻ്റെ മൈൻഡ് ഫുൾ സെറ്റാണ്. എനിക്കറിയാൻ അത് നോക്കൂലെന്ന്. ഞാൻ എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നും എനിക്ക് എങ്ങനെയെല്ലാം സർവൈവ് ചെയ്യാമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സോ എന്തായിട്ടും ഞാൻ സർവൈവ് ചെയ്തിരിക്കും, ജീവിച്ച് കാണിക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. ജീവിച്ച് ഞാൻ കാണിക്കും. എന്നെ തള്ളി പറഞ്ഞവൻ്റെ അണ്ണാക്കിൻ്റെ മുകളിലോട്ട് തന്നെ നടക്കും. കാണിച്ചു തരാം എല്ലാത്തിനും. നിങ്ങളെല്ലാം കാണാൻ പോകുന്നേ ഉള്ളൂ ഇനി പൊടിപ്പൂരം. ഓക്കെ. കൊടിയേരി മക്കളെ സാധനം കാണിച്ചു തരാം. സോ ഇത്രയൊന്നും ആരും ഷോ ഓഫ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുള്ള റീസണും കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ട് തന്നെ പറ, ഇങ്ങനെയൊക്കെ ആണോ ഒരു തന്ത ചെയ്യേണ്ടതെന്ന്. ഓക്കെ. സോ അതിനാണ് വീഡിയോ വരുന്നുണ്ട്, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ. സോ ഞാനിപ്പോൾ സ്വിഗ്ഗിൻ്റെ ഓർഡറിന് വെയിറ്റ് ചെയ്യുന്നത്. അത് കിട്ടിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ. സോ സ്റ്റേ ട്യൂൺ ഗായ്സ്. സോ ഗായ്സ്, നമ്മളെ ഓർഡർ ചെയ്ത ഷേക്ക് 2 വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും ഡിഫറെൻറ്റ് തിങ്സാണ്. ബട്ട് കോക്കനട്ടിൻ്റെ ആണ്. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവര് അയച്ച സംഭവം ഓക്കെ, പ്ലാസ്റ്ററൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് അയച്ചത്. നോക്കാം. ഫസ്റ്റ് ഇത് ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്തോ കേട്ടോ, അപ്പം തിരിയും എന്താണെന്നുള്ളത്. ഞാൻ ഓർഡർ ചെയ്ത സാധനം
എന്ന് അറിയില്ല, നോക്കാം. ഇല്ല, ഓർഡർ കാണിക്കുന്നില്ല. സോ 2 ഇളനീരിൻ്റെയാണ്. ഓക്കെ, സോ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. നല്ല തിക്കായിട്ടുണ്ട് സാധനം. ഐസ്ക്രീം പോലെ ഉണ്ട്. ഇത് കടി, അതായത് ഇളനീർ കടി. ഓക്കെ, സാധനം അടിപൊളിയാണ്. ഇതാകുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കും. കുറേ നട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഇളനീർ എന്ന് പറയുന്ന സാധനം നല്ല എനർജി തരും. സോ ഇത് പൊളിയാണ് സാധനം. ഞാൻ പെട്ടെന്ന് തിന്നു തീർക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗായ്സ് അത് കുടിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇളനീർ കടി എന്ന് പറയും ഈ സാധനം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതെന്തായിരുന്നു, ഇളനീരിൻ്റെ വേറൊരു സിസ്റ്റമായിരുന്നു അത്. എൻ്റെ പേര് കഴിക്കുമ്പോൾ തിരിയും, ഫ്ലേവർ കിട്ടിയാൽ തിരിയും. സോ അതുപോലെയാണ് നമ്മൾ അത് കണ്ടുപിടിച്ചത്. അതുപോലെ ഇതും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഒന്ന് പൊളിക്കട്ടെ. ഇത് പൊളി സാധനം കേട്ടോ. ഇതും നല്ല തിക്കിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്താൽ കിട്ടും എന്താന്നുള്ള. ഇത് ഇളനീരിൻ്റെ ആ പേര് പറഞ്ഞു ഞാൻ. സോറി ഗായ്സ്, സോറി. ഇതോ ഒരു കിട്ടില്ല സാധനം കിട്ടി. അപ്പോൾ സാധനം അടിപൊളിയാണ്. മീൻസ് നട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പേരിൽ എന്തിരിക്കുന്ന പ്രവർത്തിയിലാണ് ശരിയാണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതും തിന്നു തീർക്കട്ടെ കേട്ടോ. അപ്പോൾ സംഭവം കഴിച്ചു കഴിഞ്ഞ് വയറ് ഫുള്ളായി. സോ നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ പോകണം. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അടിമയായിട്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളർത്തുന്ന ആളെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളവരെ അടിമയല്ല. സോ ഞാൻ എന്തായാലും ഇതിനു വേണ്ടി പോരാടാൻ പോകുന്നു. സോ എൻ്റെ രീതിക്ക് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫ് സെറ്റാക്കും. പിന്നെ എനക്കാരെ സഹായത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള കർമ്മ എനിക്ക് കിട്ടും, അത് ഉറപ്പാണ്. സോ ഞാൻ അതുകൊണ്ടാണ് ഞാനായിട്ട് മാറുന്നത്. സോ ഇനിയാണ് ലൈഫ്, റിയൽ ലൈഫ്. ഓക്കെ, ഡൺ. സോ എല്ലാം പഠിച്ചവൻ്റെ ഇതിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തിന്. സോ ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു. സോ എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് വേണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ മനസ്സിലാക്കുന്ന ആൾ മനസ്സിലാക്കുക. അല്ലാണ്ട് വെറുതെ എന്താ പറയുക,
ഒരു വേറെ ഏതോ കണ്ണോട് കണ്ട് ജഡ്ജ് ചെയ്യണ്ട. ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നമ്മളും ഫേസ് ചെയ്യുന്ന അവസ്ഥ എന്നുള്ളത്. അല്ലാണ്ട് വെറുതെ നിങ്ങളെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ നോക്കുന്നത് നമ്മളെ ലൈഫ് ഒന്ന് സെറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫാമിലീനെ നോക്കണമെന്നല്ലാന്ന്. പക്ഷെ എന്താ പറയുക, ചില സാഹചര്യത്തിൽ നമ്മളെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോവും. സോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഉമ്മയും ഉപ്പയൊക്കെയാണ്. അപ്പോൾ അവരൊന്ന് മനസ്സിലാക്കി പിന്നെ ആര് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. സോ ലെറ്റ്സ് ഇതൊക്കെ ലൈഫിൽ ഒരു പാർട്ട് ഒരു എക്സ്പീരിയൻസും ആയിട്ട് എടുക്കാന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് ഡു ദിസ്. ആൻഡ് നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും സോറി ഗൈസ്, നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റക്കായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ നടുക്കുള്ള എല്ലാം നമുക്ക് അറിയില്ല. എപ്പോൾ ഉണ്ടാവും എപ്പോൾ പോവും, എല്ലാവരും പോവും. ബട്ട് എല്ലാവർക്കും ഒരു റെസ്പെക്റ്റും പിന്നെ അവർക്ക് ഉണ്ടാക്കുന്ന കുറച്ച് ഓർമ്മകളും അവരുണ്ടാക്കി വെക്കുന്ന ഓരോ കാര്യങ്ങൾ. ഞാൻ നല്ലത് ചെയ്തു കൊടുത്താൽ എന്നെ ആൾക്കാർ ഓർക്കും, ഞാൻ ചീത്ത ചെയ്താൽ എല്ലാവരും എന്നെ വെറുക്കും. അപ്പോൾ ലൈഫിൽ ഉണ്ടാകുന്ന ഗുഡ് ആൻഡ് ബാഡ് ഇറ്റ്സ് യുവർ ലൈഫ് എക്സ്പീരിയൻസ് ബേബ്. സോ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി ഈ കാര്യത്തിന്. സോ എന്തായിട്ടും ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. എന്തായിട്ടും ഈ റൂമും ഈ കാണുന്ന സെറ്റപ്പൊക്കെ ഇന്ന് ഒരു ദിവസം കൂടിയേ ചിലപ്പോൾ കാണത്തുള്ളൂ. പിന്നെ ഇനി എല്ലാം ലൈഫ് ചേഞ്ച് ആവും ഇൻഷാ അല്ലാഹ്. ഞാൻ ഹോപ്പ്ഫുള്ളി പ്രാർത്ഥിക്കണേ. ഇനി നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ നോക്കാം. സോ പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. സോ ഞാനിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു.